എല്ലാവർക്കും എൻ്റെ പുതിയൊരുലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും ക്യാമറയിലായാലും ഫോണിലായാലും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അപ്പം കുറച്ച് പേർക്കായാലും നമുക്ക് ഈ ഫോട്ടോസ് ഒന്നും എഡിക്കാൻ അറിയത്തില്ലായിരിക്കും. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത് അതിന് പറ്റിയൊരു അടിപൊളി സംഭവമായിട്ടാണ്, ലൈറ്റ് റൂം പ്രീസെറ്റ്സ്. അപ്പോൾ ലൈറ്റ് റൂം പ്രീസെറ്റ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പ്രത്യേക ഫിൽറ്ററാണ്. ഇത് നമുക്ക് നമ്മുടെ ലൈറ്റ് റൂം ആപ്പിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. നമുക്കിത് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഈ പ്രീസെറ്റ്സ്. അപ്പോൾ ഓരോ പ്രീസെറ്റ്സ് അതിൻ്റെതായ ആവശ്യത്തിന് വേണ്ടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ എഫക്റ്റിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു 6 പ്രീസെറ്റ് നിങ്ങൾക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഈ പ്രീസെറ്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ 6 പ്രീസെറ്റിൻ്റെ അകത്ത് ആദ്യത്തെ 2 പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ മൂഡി പ്രീസെറ്റ്സ് ആണ്. മൂഡി ഗ്രീനും മൂഡി ഡാർക്കുമാണ്. അതിൻ്റെ അകത്ത് മൂഡി ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പച്ചപ്പായ ഭാഗങ്ങളൊക്കെ നല്ല ഡീസാച്ചുറേറ്റ് ചെയ്ത് ഒരു ഫേഡഡ് ലുക്ക് ആയിരിക്കും നമ്മുടെ ഫോട്ടോയിൽ. അപ്പോൾ നമ്മുടെ അടുത്തായിട്ടുള്ള മൂഡി ഡാർക്കാണ്. മൂഡി ഡാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് ഗ്രീൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഡീസാച്ചുറേറ്റ് ചെയ്ത് ഒരു ഡാർക്ക് ഫീൽ കൊടുക്കും ഫോട്ടോയ്ക്ക്, ഒരു മൂഡി എഫക്റ്റ് കിട്ടുക ഫോട്ടോയിൽ. അതാണ് മൂഡി ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ അടുത്ത 2 പ്രീസെറ്റ് ആണ് ഡേ ലൈറ്റ് പ്രീസെറ്റ്. ഡേ ലൈറ്റ് പ്രീസെറ്റ് അത് ആദ്യത്തേന്ന് പറഞ്ഞാൽ ഡേ ലൈറ്റ് ഗ്രീൻ ആണ്. ഡേ ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീനിഷ് ആയിട്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് സാച്ചുറേറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് എടുത്ത് വയ്ക്കും. പിന്നെ ഒരു ചെറിയൊരു മൂഡി എഫക്റ്റും കിട്ടും ഡേ ലൈറ്റ് ഗ്രീനിൻ്റെ അകത്ത്. അപ്പോൾ അടുത്ത പ്രീസെറ്റ് ആണ് ഡേ ലൈറ്റ് ബ്ലൂ. ഡേ ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീനിഷ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ബ്ലൂഷ് ആക്കും. അതിനുശേഷം നമ്മുടെ ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് സാച്ചുറേറ്റ് ആകും. അതാണ് നമ്മളെ ഡേ ലൈറ്റ് ബ്ലൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ 2 പ്രീസെറ്റ് ആയിട്ടുള്ള പോർട്രേറ്റ് പ്രീസെറ്റിലേക്ക് പോകാം. അതിൻ്റെ അകത്ത് ആദ്യത്തെ പോർട്രേറ്റ് പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേഡഡ് പോർട്രേറ്റ് ആണ്. ഫേഡഡ് പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീനിഷ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഫോട്ടോയിലെ നല്ല ഫേഡഡ് ആയിട്ടും പിന്നെ എൻ്റെ സാച്ചുറേഷൻ കോൺട്രാസ്റ്റ് ഒക്കെ കുറവായിരിക്കും. പിന്നെ അടുത്ത പ്രീസെറ്റ് ആണ് നമ്മുടെ ഗ്രീനി പോർട്രേറ്റ്. ഗ്രീനി പോർട്രേറ്റ് നമ്മളെ ഫോട്ടോയ്ക്കകത്തുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ സാച്ചുറേഷൻ കോൺട്രാസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത് നമുക്ക് ഈ പ്രീസെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആയിട്ട് പോകും. നിങ്ങൾ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെയായിട്ട് നിങ്ങളുടെ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലും നിങ്ങൾ ഡ്രൈവ് ഫയലിലേക്ക് റീഡയറക്റ്റ് ആവുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് നിങ്ങളുടെ സെറ്റ് ആർച്ചീവർ വരും. സെറ്റ് ആർച്ചീവർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നേരത്തെ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. ആർച്ചീവർ സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്കിങ്ങനെ ന്യൂ പ്രീസ് എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ അത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സൈഡിലകത്ത് 3 ഡോട്ട് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അത് മൾട്ടി സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതും സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫയൽ ഫുള്ളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ ടിക്ക് ബട്ടൺ ഉണ്ട്, അതിൻ്റെ അകത്ത് തന്നെ എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പേര് ക്രിയേറ്റ് ചെയ്താൽ മതി. പ്രീസെറ്റ് 2 ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് ചോദിക്കും. ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9012. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രീസെറ്റ്സ് എല്ലാം ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ അടുത്ത് നോക്കേണ്ടത് നമുക്ക് ഇതൊക്കെ എങ്ങനെ ലൈറ്റ് റൂം ഉപയോഗിക്കാമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് റൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങളിവിടെ അതിൻ്റെ അകത്ത് സെലക്ട് കൊടുക്കുക, ആഡ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ റോ മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങളത് ഇതിൻ്റെ അകത്ത് റോ മാത്രം സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ഫുള്ള് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് കൊടുക്കുക. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമ്മൾ ലൈറ്റ് റൂമിലേക്ക് ആഡ് ആകുന്നതായിരിക്കും. ഇപ്പം ഫോട്ടോസൊക്കെ ആഡ് ആവുന്നുണ്ട്. നിങ്ങളിനി ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ക്രിയേറ്റ് പ്രീസെറ്റ് കൊടുക്കുക. താഴെയുടെ പ്രീസെറ്റ് ഗ്രൂപ്പ് പോലെ കിടക്കുന്നുണ്ട്. പ്രീസെറ്റ് ഗ്രൂപ്പിൻ്റെ അകത്ത് നിങ്ങളിവിടെ ക്രിയേറ്റ് ന്യൂ പ്രീസെറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ പ്രീസെറ്റ് ഗ്രൂപ്പിൻ്റെ പേര് ഇൻവിഷൻ എഡിറ്റോഗ്രാഫി എന്നാണ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ കൊടുക്കുക. നിങ്ങൾ ചുമ്മാ 1, 2 എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പ്രീസെറ്റ് നെയിം കൊടുക്കുന്നത് ഓക്കെ കൊടുക്കുക. നമുക്കിനി അടുത്ത പ്രീസെറ്റ് ചെയ്യാം. അതിൻ്റെ അത് ഇതുപോലെ തന്നെ ക്രിയേറ്റ് പ്രീസെറ്റ് കൊടുക്കുക. ഞാൻ ഇവിടെ 2 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവിഷൻ എഡിറ്റോഗ്രാഫി തന്നെയാണ് ഈ പ്രീസെറ്റ് എല്ലാം വരുന്നത്. ഓക്കെ കൊടുക്കുക. പക്ഷേ അടുത്ത പ്രീസെറ്റ് എടുത്തു. ഇതുപോലെ ക്രിയേറ്റ് പ്രീസെറ്റ് കൊടുക്കുക. അതിനുശേഷം
3 എന്ന് കൊടുക്കുകയാണ്. പക്ഷെ അടുത്ത പ്രീസെറ്റ് എടുത്തു, ക്രിയേറ്റ് പ്രീസെറ്റ് കൊടുക്കുക. അടുത്ത പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. അടുത്ത ഇതുപോലെ തന്നെ ക്രിയേറ്റ് പ്രീസെറ്റ് കൊടുക്കുക. ഓക്കെ കൊടുത്തു. അപ്പം നമ്മുടെ പ്രീസെറ്റ്സ് എല്ലാം ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നിങ്ങൾ ഫോട്ടോസ് ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പം ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്ത്. അപ്പോൾ ഇത് പോർട്രേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. ഇതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ടത് ആ സൈഡിലായിട്ട് ഏറ്റവും താഴെ നിങ്ങളുടെ പ്രീസെറ്റ് എന്ന് കാണാം. അതിൻ്റെ നിങ്ങളെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻവിഷൻ ഫോട്ടോഗ്രാഫി എന്ന് കാണാം. അതിൻ്റെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രീസെറ്റ് കൊടുക്കുക. ഞാൻ ഇപ്പം ആ പ്രീസെറ്റ് ആണോ കൊടുത്തേക്കുന്നത്, പോർട്രേറ്റ് ആയിട്ടുള്ള പ്രീസെറ്റ് ആണോ കൊടുത്തത്, നമുക്ക് ഡൺ കൊടുക്കാം. ബിഫോർ ആഫ്റ്റർ എന്നുകൊണ്ട് നോക്കാം. നമുക്ക് ഇനി അടുത്ത ഫോട്ടോ എടുക്കാം. ഇതും ഒരു പോർട്രേറ്റ് ഫോട്ടോ ആണ്. ഇതും അതുപോലെ പ്രീസെറ്റ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡൺ കൊടുക്കുക. അപ്പോൾ ഇത്രയോളം നമ്മളെ പ്രീസെറ്റ് സെറ്റിങ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ പ്രീസെറ്റ് ഉപയോഗിച്ച ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ്റൂമിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.